വെൽക്കം ടു ദ ചാനൽ. ഹോപ്പ് യു ആർ എൻജോയിങ് ദി സീരീസ്. ഇന്ന് നമ്മൾ നോഷൻ്റെ 2 അപ്ഡേറ്റ്സുകളെ പറ്റി അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതായത് ന്യൂ അപ്ഡേറ്റ്സുകൾ വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ. നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഒന്നെന്ന് പറയുന്നത് നോഷൻ കലണ്ടറാണ്. അനദർ വൺ ഈസ് എ നോഷൻ ബട്ടണിനകത്തുള്ള കുറച്ചൊരു അപ്ഡേറ്റ് ആണ്. രണ്ടും ഞാൻ കാണിച്ചു തരാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നോഷൻ കലണ്ടറിൽ പോകാം. നോഷൻ കലണ്ടറിൽ പോകണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡേറ്റാബേസ്, വാട്ടെവർ ഡേറ്റാബേസിലാണെങ്കിൽ ഒരു കലണ്ടർ വ്യൂ ഉണ്ടെങ്കിൽ നമുക്കതിനെ നോഷൻ്റെ പുതിയ കലണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ കലണ്ടർ എന്ന് പറയുന്നത് ഇവർ നേരത്തെ ഇതൊരു കലണ്ടർ ആപ്ലിക്കേഷനുമായിട്ട് ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ നോഷൻ ഡേറ്റാബേസ്. ഇത് എൻ്റെയും ഒരു പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഒരുപാട് നിങ്ങൾ ഈ ഡേറ്റാബേസിലെ ടാസ്ക് ഒക്കെ നമ്മൾ ഡേറ്റ ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കലണ്ടറിൽ ഇതെല്ലാം കൂടെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മേജർ കൺസേൺ ഉണ്ടായിരുന്നു. ശരിക്കും അതൊന്ന് സോൾവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നവർ. അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഗെയിം ചേഞ്ചിങ് ആണ് ഇത് പ്രൊഡക്ടിവിറ്റി ഡ്യൂട്ട്സിനൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറ്റ് കലണ്ടറുകൾ ജിമെയിലുള്ള പേഴ്സണൽ കലണ്ടറും ഇതിനകത്തുള്ള ടാസ്ക് റിലേറ്റഡ് കലണ്ടേഴ്സും എല്ലാം കൂടി ഒരൊറ്റയിടത്ത് കാണുക എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ പ്ലാൻ യുവർ ഡേയ്സ് ഓൺ ബെറ്റർ വേ. സോ ഇപ്പം എന്താ ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ കലണ്ടർ കാണാൻ നോക്കാം. ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ഡേറ്റാബേസ് ആണ്. ഇവിടെ നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമുക്കറിയാം എങ്ങനെയാണ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപടി തന്നെ നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ഓൺ ദിസ് വൺ. അങ്ങനെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ എന്താ വരുന്നത്, കലണ്ടർ സെലക്ട് ചെയ്യുന്നു. കലണ്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ കലണ്ടർ. ഈ കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് എവിടെയാണ്, ഇതിന് മാത്രമേ നമ്മൾ ആക്ടിവിറ്റീസ് ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്ന് 15 ഫെബ്രുവരിയാണ്. ഇവിടെ ഈ മാസത്തെ കുറച്ച് ഡേറ്റ്സ്, ഒരു 2 ഡേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കലണ്ടറിൽ പോവുകയാണെങ്കിൽ 2 ആക്ടിവിറ്റി, ടാസ്ക് 1 ടാസ്ക് 2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓപ്പൺ ഇൻ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ഇൻ കലണ്ടർ. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിളിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം. വേറെ ഒരു സൈൻ ഇൻ മെത്തേഡും ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. ഇത് മാത്രമാണ് കാണിക്കുന്നത്. എൻ്റെ പേഴ്സണൽ കലണ്ടർ വെച്ചിട്ടാണ് ഞാൻ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ അവരെന്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എസെൻഷ്യലായിട്ട് കൊടുക്കേണ്ട ആക്സസ് എന്ന് പറയുന്നത് കലണ്ടർ സെറ്റിങ്സും കലണ്ടർ ഇവൻറ്റ്സും കലണ്ടേഴ്സിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ളതും പേഴ്സണൽ ഇൻഫോയെ പറ്റിയിട്ടുള്ളതും പ്രൈമറി ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ അഡ്രസ് ഇത്രയും കൊടുത്താൽ മതി. അതിനുശേഷം ഈ സാധനങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. കോൺടാക്ട്സ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾ നോഷനാണെങ്കിൽ ടീംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺടാക്ട്സ് കൊടുക്കാം. അതർവൈസ് ഇറ്റ്സ് നോട്ട് നെസസറി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം ഇവിടെ ഒരു കലണ്ടർ വന്നിരിക്കുകയാണ്. ഈ കലണ്ടർ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് കുറേ ഡേറ്റാസ് എടുത്തിട്ടാണ് ഈ കാണിക്കുന്നത്. ഞാൻ തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ആക്ച്വലി ഓഫീസ് കലണ്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഇത് കാണിക്കുന്നതൊക്കെ ഞാൻ അതും ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ AICTS എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റാബേസിൻ്റെ മാത്രമേ ഒരു ആക്ടിവിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളിന്ന് ചെയ്തത് 2 ടാസ്കുകൾ ഉണ്ടായിരുന്നു. റൈറ്റ്, നിങ്ങൾ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിൻഷാസ് നോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നോഷൻ അക്കൗണ്ടിലെ ഏതൊക്കെയാണ് ടാസ്കുകളെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്ന ടാസ്ക്കാണ്. ഞാൻ ഹൈഡ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു സാധനം കോഴ്സ് ടാസ്ക് ഡേറ്റാബേസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സാധനം ഈ കോഴ്സ് ഞാനൊന്ന് അൺഹൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ ഇവിടെ എങ്ങനെ ലിസ്റ്റ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഡേറ്റാബേസിലാണോ കലണ്ടർ വ്യൂസ് ഉള്ളത് ആ ഡേറ്റാബേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കലണ്ടർ വ്യൂസ് ഇല്ലെങ്കിൽ ഇവിടെ കാണിക്കില്ല. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഞാനിപ്പം കോഴ്സ് ഡേറ്റാബേസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടാസ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെയാണെങ്കിൽ നിങ്ങൾ ഡേറ്റാബേസിൽ പോവുകയാണെങ്കിൽ ആക്ച്വലി there are 2 ടാസ്ക്. അത് എന്താ കാണാൻ പറ്റാത്തെന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീക്ക് വ്യൂ ആണ്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സൺഡേ ടു സാറ്റർഡേ ആണ് വീക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക് വ്യൂ ഉണ്ട്. അത് മാറ്റി ഡേ, വീക്ക്, മന്ത്, നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനാണെങ്കിൽ മന്ത് വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത് വ്യൂവും കാണാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളർ ടാസ്ക്കാണ് ഇവിടെ വരുന്ന ഈ ടാസ്കുകളൊക്കെ. ഗ്രീൻ കളർ ടാസ്ക് എന്ന് പറയുന്നത് ആ കലണ്ടറിൽ നിന്ന് വരുന്ന. വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടാസ്ക് ആയിരിക്കും. ഇവിടെ കോൺടാക്ട്സിൻ്റെ എന്നുള്ളൊരു കലണ്ടറിൻ്റെ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക്കാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്
യെല്ലോ കളറിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ടാസ്കും നമുക്ക് ഒരുമിച്ച് ഇതിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ ബിഗ് മേജർ അഡ്വാൻറ്റേജ്. അതിനുശേഷം അത് കാരണം നമുക്ക് ബെറ്റർ പ്ലാനിങ് നോക്കാം. എല്ലാ ടാസ്കും ഞാൻ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, എല്ലാ ടാസ്കും കാണാൻ പറ്റും. ഷോർട്ട് കട്ടുകൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മന്ത്ലി വ്യൂ ആണ്, പെട്ടെന്ന് വീക്ക്ലി വ്യൂ ആണെങ്കിൽ നിൽക്കണമെങ്കിൽ ഡബ്ല്യൂ നിൽക്കാൻ മതി. ഐ ജസ്റ്റ് ഡബ്ല്യൂ എം എന്നൊക്കെയാണെങ്കിൽ മന്ത്ലി വ്യൂ പോകും. ഇനി ഡെസ്ക്ടോപ്പ് ആപ്പും ഉണ്ട്. ഞാനാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നോഷൻ കലണ്ടറിൻ്റെ ആപ്ലിക്കേഷനാണ്, വിൻഡോസ് ആപ്ലിക്കേഷനാണ്. windows.exe ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്ക് 4 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ടാസ്ക് 4 എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് വന്ന ടാസ്ക്കാണ്, കോഴ്സ് കലണ്ടറിൽ നിന്ന് വന്നത്. അതിവിടെ നോക്കുകയാണെങ്കിൽ ഓൾ ഡേ ഇവൻറ്റ്സ് ആയിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ടീമൊന്നും കൊടുത്തില്ല, നമ്മൾ ജസ്റ്റ് ആണെങ്കിൽ ആ ഡേറ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഓൾ ഡേ ഇവൻറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡേ നോക്കിയിട്ട് ഇന്നത്തെ ഡേ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ആ ടൈം ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് പ്ലാനുമായിട്ടുള്ള ഡെയിലി ആയിട്ടുള്ള ഇതാണ് ആക്ച്വലി കലണ്ടർ കൊണ്ട് നമുക്ക് ഒരു ബെറ്റർ വേയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ. അപ്ഡേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ നോഷനിൽ പോയിട്ട് നോക്കാം എന്താണ് അവിടെ ചേഞ്ച് വന്നതെന്നുള്ളത്. നോഷൻ പോകുമ്പോൾ അവിടെയും ടൈം ചേഞ്ച് ആയിരിക്കും. നിങ്ങൾ നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് ടൈം അപ്ഡേറ്റ് ആയി. ഇവിടെ നിന്ന് പ്രസ് ചെയ്താലും ഓപ്പൺ ഇൻ നോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോഷനിൽ ഡയറക്റ്റ് പോയി കാണാൻ പറ്റും. പിന്നെ ഇത് ഷോർട്ട് കട്ട്സുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിൽക്കുമ്പോഴത്തേക്കും പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്ലി വ്യൂ ആകും, ഡബ്ല്യൂ ആണെങ്കിൽ വീക്ക്ലി വ്യൂ ആകും. ഇങ്ങനെ ഇതേപോലുള്ള ഷോർട്ട് കട്ട്സുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ, ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഗെറ്റ് കുറേ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, കീബോർഡ് ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഷോർട്ട് കട്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മെനു ആണ്, മെനു വരുമ്പോഴത്തേക്കും മീറ്റ് വിത്താണോ. അതുപോലെ കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ആവും. ബാക്ക്ഗ്രൗണ്ടിൽ മീറ്റിംഗ് ജോയിൻ ആവുന്നുണ്ട്. ഞാൻ എന്തായാലും അത് ക്ലോസ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഗൂഗിൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ കലണ്ടറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ മറ്റുള്ള എല്ലാമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഗുഡ് ഓപ്ഷൻ. ഈ രണ്ടാമത്തെ ഫീച്ചർ ഏതാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺസ് ആണ്. ബട്ടൺ ഫീച്ചറുകളാണ്. അതായത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാബിറ്റ്സ്, പ്ലാൻ ആൻഡ് ഡേ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. ഓരോ ഡേറ്റാബേസിൽ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ സെക്ഷനായിട്ട്, അതായത് ഡേറ്റാബേസിലെ ഒരു പ്രോപ്പർട്ടി പോലെ ഞാനാണെങ്കിൽ സ്വിച്ച് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തൊക്കെയാണ്. ഞാനാണെങ്കിൽ ഇവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബട്ടൺസ് ഓരോ ഇതിന് വേണ്ടിയിട്ട് ഏതൊക്കെ യൂസ് കേസ് ആണെന്ന് നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ പ്ലസ് ബട്ടൺ ഞെക്കി അവിടെ നമ്മൾ ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബട്ടൺ എന്ന ന്യൂ ഫീച്ചർ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് വരും. എങ്ങനെയാണ് നമ്മൾ നോർമലി ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് അതേമാതിരി തന്നെ എന്താണ് ബട്ടണിന് നെയിം എടുക്കേണ്ടത്, ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്നുള്ള ആഡ് ആക്ഷൻ, ഡു ദിസ് ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ ഒരു ആക്ഷൻ കൊടുക്കുകയാണ്. ആക്ഷൻ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്യണം. അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ബട്ടണായിട്ട്, ഇതിപ്പം നിങ്ങൾ ഈ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഡെയിലി ഹാബിറ്റ്സ്, പ്ലാൻ ആൻഡ് ഡേ ആണ്. ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, റീഡ്, ഡെയിലി ഹാബിറ്റ്, അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ഒറ്റ ക്ലിക്കിൽ റാദർ ദാൻ ഓരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് നല്ലത് ഒറ്റ ക്ലിക്കിൽ എല്ലാം കൂടെ ക്ലിക്ക് ആവുന്ന ഒരു ഓപ്ഷൻ നമുക്ക്, അതായത് കംപ്ലീറ്റ് എന്നുള്ള ഒരു സെനാരിയോ, എവറിത്തിങ് കംപ്ലീറ്റഡ്, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ലേബിൾ കംപ്ലീറ്റഡ് എന്നാക്കാം. കംപ്ലീറ്റഡ് ആക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യണം. ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ചെക്ക് ബോക്സ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഫാമിലി ഞാൻ ചെക്ക് ആക്കി. ഞാൻ തൽക്കാലം ഒരു പ്രോപ്പർട്ടി മാത്രം ചെക്ക് ചെയ്തിട്ട് ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ലെറ്റ് സി ഹൗ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. ഞാൻ കംപ്ലീറ്റഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇത് മാത്രം ക്ലിക്കായി ഓട്ടോമാറ്റിക്കായിട്ടായി. അൺചെക്ക് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടില്ല, കംപ്ലീറ്റഡ് മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ അൺചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും
എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഒരെണ്ണം ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ തമ്മിൽ ക്ലിക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാര്യം. മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് മീനിങ് വരത്തുള്ളൂ, അല്ലെങ്കിൽ ദർ ഇസ് നോ മീനിങ് ഫോർ ദിസ്. അപ്പോൾ ഞാൻ എഡിറ്റ് പ്രോപ്പർട്ടി ചെന്നിട്ട് ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഒറ്റ ക്ലിക്കിൽ റെഡിയാക്കുന്ന രീതിയിലാക്കാം. ഇവിടെ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് അനദർ പ്രോപ്പർട്ടി. ഇവിടെ മെഡിറ്റേറ്റ് വന്നു, ചെക്ക്ഡ്, ആൻഡ് അഗെയിൻ അനദർ പ്രോപ്പർട്ടി. ജനറൽ വന്നു, ചെക്ക്ഡ്, അനദർ പ്രോപ്പർട്ടി. റീഡ് ആണ്, അതൊന്ന് ചെക്ക്ഡ്, അനദർ പ്രോപ്പർട്ടി. വർക്ക്ഔട്ട് വന്നു, ചെക്ക്. ഓക്കെ, നമുക്കിനി ക്ലിക്ക് ചെയ്ത് നോക്കാൻ എന്ത് സംഭവിക്കുന്നത്. സി എവറിത്തിങ് ക്ലിക്ക്, കണ്ടോ? ഇനി അത് മാത്രമല്ല, ഇതിനെ ചിലപ്പോൾ നമുക്ക് ആർക്കിംഗ് പേജിലോട്ടോ അല്ലെങ്കിൽ വേറൊരു പേജിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. എഡിറ്റ് പ്രോപ്പർട്ടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആക്ഷൻസ്, ഇനി ആക്ഷൻസ് ആഡ് ചെയ്യാം. നിങ്ങൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വീണ്ടും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് അനദർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടോ? ആഡ് അനദർ സ്റ്റെപ്പ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനദർ സ്റ്റെപ്സ് ആഡ് ചെയ്യാം. ഇവിടെയും ആഡ് പേജ് ചെയ്യാം, ഷോ കൺഫർമേഷൻ ചെയ്യാം, എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഷോ കൺഫർമേഷൻ ഇട്ടിട്ട് ഷോ കൺഫർമേഷൻ ഓർഡർ മുകളിലേക്ക് മൂവ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റഡിൽ ഇവിടെ കംപ്ലീറ്റഡ് നോക്കി നോക്കാം. കംപ്ലീറ്റഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഷോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സി. അങ്ങനെ ഈ 2 ഫീച്ചേഴ്സാണ് മെയിനായിട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഇത് ചെയ്യാൻ നേരത്തെ ടെംപ്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ കാര്യമില്ല. അത് നേരെ ചെയ്തു പോകുക എന്നുള്ളതേ ഉള്ളൂ സംഭവം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.